ഏജ്ഡ് ആയിട്ടുള്ള ഒരാളുടെ പ്രണയം അല്ലെങ്കിൽ റിട്ടയർഡ് ആയിട്ടുള്ള ഒരാളുടെ പ്രണയം ആ റോളിലേക്ക് ഇപ്പൊ സാറിന് ഈ പോസ്റ്ററിൽ കാണുമ്പോൾ ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ടെങ്കിലും ഇപ്പൊ സിദ്ദിഖ് എന്ന് പറയുമ്പോൾ മനസ്സിലേക്ക് വരുന്ന കുറെ ക്യാരക്ടേഴ്സ് ഉണ്ടല്ലോ, ചോട്ടാ മുംബൈ അല്ലെങ്കിൽ ഹരിഹർ നഗർ, ഇതിന്റെ ഒരു എഫക്റ്റ് എടുക്കുന്ന കാരണം ഇത്ര വയസ്സനായി ഉൾക്കൊള്ളാൻ വയ്യ ഞങ്ങൾക്ക്. സിദ്ദിഖിക്ക് പേഴ്സണലി ആ പ്രായത്തിലേക്ക് അല്ലെങ്കിൽ അവരുടെ ഇമോഷനിലേക്ക് എത്താൻ പറ്റുന്നുണ്ടോ? നമുക്കെപ്പോഴും നമ്മളെക്കാൾ പ്രായം കൂടിയ കഥാപാത്രങ്ങൾ അവതരിപ്പിക്കാൻ എളുപ്പമാണ്. ഓക്കെ, എനിക്കിപ്പോ എത്ര വയസ്സുണ്ട്? ഇപ്പൊ 90 വയസ്സുള്ള ഒരാളെ ആയിട്ട് അഭിനയിക്കാൻ എനിക്ക് എളുപ്പമാണ്. 90 വയസ്സുകാരനാവാനും നമുക്ക് മേക്കപ്പ് കൊണ്ട് സാധിക്കും. ഞാൻ 40-കാരനും 35-കാരനുമായിട്ട് അഭിനയിച്ചത് വിശ്വസിപ്പിക്കാനാണ് ബുദ്ധിമുട്ട്. നമുക്ക് എങ്ങാവാൻ നമ്മുടെ പ്രായത്തെക്കാൾ ചെറിയ പ്രായം അഭിനയിക്കാനാണ് അല്ലെങ്കിൽ ആ മേക്കപ്പ് കൊണ്ടുവരാനാണ് എപ്പോഴും ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത്. പ്രായമുള്ളത് ആർക്ക് വേണമെങ്കിലും ചെയ്യാം. ഇപ്പൊ 18-കാരൻ KP ഉമർ എന്ന് പറഞ്ഞ നടൻ 19-ാമത്തെ വയസ്സിൽ 85-കാരനെ അവതരിപ്പിച്ചുകൊണ്ടാണ് സിനിമയിലേക്ക് വന്നത്. രാജേശൻ എന്ന് പറയുന്ന അത് എളുപ്പമാണ്, അത് നമുക്ക് ചെയ്യാൻ പറ്റും. വൃദ്ധയായിട്ടും നമുക്ക് മേക്കപ്പ് ചെയ്ത് മാറ്റാൻ പറ്റും. അപ്പൊ പ്രായം കുറഞ്ഞത് അഭിനയിക്കാനാണ് കൂടുതൽ ബുദ്ധിമുട്ടുള്ളത്. പ്രായം കൂടുതൽ അഭിനയിക്കാനോട് എനിക്ക് അങ്ങനെ പ്രയാസമൊന്നും തോന്നിയിട്ടില്ല. ഞാൻ ഇതിനേക്കാളും വളരെ ചെറുപ്പപ്രായത്തിൽ തന്നെ ഞാൻ കുറെ ഏജ്ഡായിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മളല്ലാത്തപ്പോ നമ്മൾ സിനിമ ഇതുപോലെ ക്യാരക്ടേഴ്സ് കണ്ടിട്ട് നേരിട്ട് കാണുമ്പോൾ പലരും പറയാറുണ്ട്, ഈ സിനിമയിലൊന്നും കാണാത്ത പ്രായം ഇല്ലല്ലേ, അതെന്റെ പറയാറുണ്ട്. അത് പ്രഷറാണെന്ന് പറയും. പിന്നെ ഈ പ്രണയത്തിന്റെ കാര്യം പറഞ്ഞാൽ നമ്മൾ പ്രായമുള്ള ഏജ്ഡായിട്ടുള്ള ആളുകളുടെ പ്രണയം എന്നൊക്കെ നമ്മൾ പറഞ്ഞില്ലേ, ഈ സിനിമ അതല്ല കേട്ടോ, പ്രധാന വിഷയം അതല്ല. അത് നിങ്ങൾ ട്രെയിലറിൽ കാണുന്ന ഒരു കഥയൊന്നും നിങ്ങൾ ഉണ്ടാക്കിയെടുത്താണ്. അതിനേക്കാളും മറ്റു പല കാര്യങ്ങളാണ് നമ്മൾ സിനിമയിൽ പറയുന്നത്. അത് സിനിമ വേറെ വിഷയമാണ്. ഈ ഏജിലെന്ന് നമ്മൾ പറയുന്നത് നമ്മളെക്കാൾ ഏജിലായ ആളുകളെ നമ്മൾ ഏജിലെന്ന് പറയാം. ശരിയാ. 18 വയസ്സുകാരന് 25 വയസ്സുകാരനും പറയുന്നത് ഇയാൾക്ക് ഇത്രയും പ്രായമായില്ലേ എന്ന് പറയും. നമ്മൾ 25 വയസ്സുകാരനാകുമ്പോൾ നമ്മൾ 30 വയസ്സുകാരനെ അതിനേക്കാൾ പ്രായമാക്കും. അപ്പോ 60 വയസ്സുകാരന് 50 വയസ്സുകാരനാണ് പ്രായമുള്ള ആളെന്ന് പറഞ്ഞാൽ, അല്ലാതെ 70 വയസ്സൊരാൾ ഇവന് വയസ്സായില്ലേ എന്ന് പറയില്ല. എപ്പോഴും നമ്മളാണ് നമ്മുടെ സ്കെയിൽ. അത് വെച്ചിട്ടാണ് നമ്മളെല്ലാവരും റെഫറൻസ് വെച്ചിട്ടാണ് അതാണ് നമ്മളെ റെഫർ ചെയ്തിട്ടാണ്. നമ്മളെക്കാൾ പൊക്കമുള്ള ഒരാളെ നമ്മൾ പൊക്കമുള്ള ആളെന്ന് പറയും, നമ്മളെക്കാൾ പൊക്കം കുറഞ്ഞ ഒരാളെ നമ്മൾ പൊക്കം കുറഞ്ഞ ആളെന്ന് പറയും. അപ്പൊ അമിതാഭ് ബച്ചനെ സംബന്ധിച്ചിടത്തോളം ഞാൻ പൊക്കം കുറഞ്ഞ ആളാണ് അല്ലേ, എന്നെ വിളിച്ച് എന്നെക്കാൾ പൊക്കം കുറഞ്ഞ ഒരാൾക്ക് ഞാൻ നല്ല പൊക്കമുള്ള ആളാണ്. അപ്പൊ അങ്ങനെ ഒരു കമ്പാരിസൺ ഏജിൽ എന്ന് പറയുന്നത് അങ്ങനെ അത് റിലേറ്റീവ് ആണ്. അല്ലാണ്ട് അത് ഇന്ന ഏജ് വരെ പ്രണയിക്കാൻ പാടുള്ളൂ, ഇന്ന ഏജ് വരെ ദേഷ്യപ്പെടാൻ പാടുള്ളൂ, ഇന്ന ഏജ് വരെ സന്തോഷിക്കാൻ പാടുള്ളൂ, അങ്ങനെയൊന്നുമില്ല. ഇതൊക്കെ നമ്മളെക്കാൾ കൂടുതൽ പ്രായമുള്ള ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എന്റെ കൂടെ പഠിക്കുന്ന എന്റെ പ്രായമുള്ള ഒരു പെൺകുട്ടിയുണ്ട്. സ്കൂള് വിട്ട് ഞങ്ങൾ ഒന്നിച്ചാണ് വരുന്നത്. അപ്പൊ നമ്മൾ അന്ന് ആൺകുട്ടികളും പെൺകുട്ടികളൊക്കെ ഇങ്ങനെ സ്കൂൾ വിട്ട് വരുമല്ലോ. അപ്പൊ ഈ പെൺകുട്ടിയെ കാണാൻ വേണ്ടിയിട്ട് ഒരു കോളേജിലൊക്കെ പഠിക്കുന്നത് എന്നെക്കാൾ കുറച്ച് പ്രായമുള്ള 20 വയസ്സൊക്കെ കഷ്ടി കാണുമായിരിക്കും. കോളേജിൽ പഠിക്കുന്ന ഒരാള് ഈ പെൺകുട്ടിയെ കാണാൻ വേണ്ടി നിൽക്കുന്നതാണെന്ന് എനിക്കറിയാം. അപ്പൊ എന്റെ മനസ്സിൽ ഇയാൾക്കൊക്കെ പ്രായമായില്ല, എന്നിട്ട് ഈ പെൺകുട്ടിയെ നോക്കി നിൽക്കുക, അവന് 20 വയസ്സായിട്ടുള്ളൂ, ശരിക്കും പ്രണയിക്കേണ്ട പ്രായം തന്നെയാണ്. അപ്പൊ എപ്പോഴും നമ്മൾ അങ്ങനെയാണ്, നമ്മുടെ പ്രായത്തെക്കാൾ കൂടുതലുള്ള ആളുകൾക്ക് ഇതൊന്നും ഇല്ല എന്ന് നമുക്ക് തോന്നും. അങ്ങനെയില്ല. അതിന് ഇന്ന പ്രായം എന്നൊരു ലിമിറ്റ് ഒന്നും വെച്ചിട്ടില്ല. നമ്മുടെ മനസ്സിന്റെ തോന്നലുകളാണ് എപ്പോഴും. നമ്മുടെ ഇപ്പോ വളരെ പ്രായം കുറഞ്ഞ ആളുകൾ 40-45 വയസ്സുള്ള ആളുകൾ വളരെ സീരിയസ് ആയിട്ടിരുന്ന് ചെറുപ്പക്കാരോട് സംസാരിക്കാതെ തമാശ പറയാതിരിക്കുന്ന ആളുകൾ കണ്ടിട്ടുണ്ട്. 90 വയസ്സിന് മുകളിലുള്ള മധുസാർ ഞങ്ങളോടൊക്കെ വളരെ നല്ല തമാശകൾ പറഞ്ഞ്, അപ്പൊ നമുക്ക് നമ്മുടെ മനസ്സിലൊക്കെ മധുസാറിനാണ് ചെറുപ്പം. ഇങ്ങനെ പറഞ്ഞ പോലെ ഞാനൊക്കെ എപ്പോഴും ശ്രദ്ധിക്കുന്നതാണ്. എനിക്ക് എന്നെക്കാൾ പ്രായം കുറഞ്ഞ ആളാണ് ജോണി എന്നുള്ളത് ഞാൻ നോക്കാറില്ല. എന്റെ കൂട്ടുകാരനാണ് ജോണി എന്ന് ഞാൻ ചിന്തിക്കാറുള്ളൂ. അല്ലെങ്കിൽ എന്നെക്കാൾ പ്രായം കൂടുതലുള്ള ഒരാളെ വേറെ രീതിയിൽ കാണുകയും അങ്ങനെ ചെയ്യാറില്ല. നമ്മളെപ്പോഴും നമ്മളെക്കാൾ പ്രായം കുറഞ്ഞ ആളുകളോട് കൂടുതൽ ഇടപഴകുമ്പോൾ നമ്മൾ അവരുടെ പ്രായത്തിലേക്ക് ഇറങ്ങി ചെല്ലുകയാണ് ചെയ്യുന്നത്. ബഹുമാനത്തിന് പ്രായ ഒരു പരിധിയൊന്നുമല്ല. അത് നമ്മൾ പ്രായം കുറഞ്ഞ ആളുകളും ബഹുമാനിക്കണം. ഞാൻ എന്റെ മക്കളെ ബഹുമാനിച്ചാണ് സംസാരിക്കുന്നത്. അവരോട് ഞാൻ ഒരു ഇത് വിട്ടിട്ട് ഞാൻ അവർക്ക് ഒരു റെസ്പെക്ട് കൊടുത്തുകൊണ്ട് തന്നെയാണ് അവരെന്നോട് പറയുന്ന ഓരോ സജഷനും ഞാൻ കണക്കിലെടുക്കുന്നത്. ഇവൻ ആരോട് ഇത് പറയാമെന്ന് വിചാരിച്ചിട്ടല്ല. ഞാൻ അങ്ങനെയാണ് എപ്പോഴും ചെയ്യാതെ. റെസ്പെക്ട് എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മൾ ഗീവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട്. അതിന് പ്രായവും പരിധിയൊന്നുമില്ല. അതുപോലെ തന്നെയാണ് പ്രണയത്തിനും. ഏത് പ്രായത്തിലും പ്രണയിക്കാം. ഇപ്പൊ മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം സ്ക്രീനിൽ പ്രണയം കാണിക്കുന്ന രീതികൾ ഒരുപാട് മാറിയിട്ടുണ്ട്. ഇപ്പൊ ലിപ്സിംഗ് ഉള്ള പാട്ടുകളേ ഇല്ല, മരം ചുറ്റി ആരും ഓടുന്നില്ല, ആരും പാർക്കിൽ പോകുന്നില്ല, എല്ലാം കോഫി ഷോപ്പുകളിലേക്കും അല്ലെങ്കിൽ വാക്ക് വേയിലേക്കും ഒക്കെ ഒതുങ്ങിയിട്ടുണ്ട്. ഇത്രയും കാലത്തെ ഒരു ബോഡി ഓഫ് വർക്ക് ഉണ്ടല്ലോ, ഇപ്പൊ പ്രണയം കാണിക്കുന്ന രീതികൾ ഒബ്സർവ് ചെയ്യുന്നുണ്ടല്ലോ. എന്താ തോന്നുന്നത് 80s to 2026 ആ മാറ്റം എങ്ങനെയാണ് അനലൈസ് ചെയ്യുന്നത്? ജീവിതത്തിലുള്ള മാറ്റങ്ങൾ തന്നെ പറഞ്ഞാൽ അന്നത്തെ കാലത്ത് ഒരു ഡെഫിനേഷൻ ഉണ്ടായിരുന്നു. പടത്തിൽ ഇങ്ങനെയാണ് പ്രണയം കാണിക്കുക
എന്നുള്ള ഒരു ഡെഫിനിഷൻ ഉണ്ട്. അത് തെറ്റിച്ചിട്ട് വേറെ പോലും കാണിച്ചിട്ടുണ്ട്. കൂടുതൽ വ്യത്യസ്തമായി ഈ പ്രണയത്തിന് കാണിച്ചിട്ടുള്ളത് മലയാളം സിനിമയിലാണ്. നിങ്ങൾ മൊത്തത്തിൽ ഇന്ത്യൻ സിനിമ നോക്കിയാൽ കൂടുതൽ വ്യത്യസ്ത രീതികളിൽ പ്രണയം കാണിച്ചിരിക്കുന്നത് മലയാളം സിനിമയിലാണ്. അത് ചെമ്മീനായിരിക്കാം, അല്ലെങ്കിൽ മറ്റേ മണിച്ചിത്രത്താഴായിരിക്കാം, അല്ലെങ്കിൽ വേറെ സാറിന്റെ നന്ദനമായിരിക്കാം. ഏതായാലും ഏത് പടം നിങ്ങൾ നോക്കിയാലും വ്യത്യസ്തത ഉള്ളത് മലയാളം സിനിമയിലാണ്. പിന്നെ ഈ പ്രണയം സിനിമയിൽ കാണിക്കുന്നത് മുഴുവൻ കോറിയോഗ്രാഫറുടെ പ്രണയമാണ്. കൊറിയോഗ്രാഫറാണ് പറഞ്ഞു കൊടുക്കുന്നത്. ഷോട്ട് വെച്ച് കഴിഞ്ഞ ശേഷം ഇങ്ങനെയാണ് വേണ്ടത്, ക്ലോസപ്പിൽ ഇങ്ങനെയാണ് വേണ്ടത്, മിഡ് ഷോട്ടിൽ ഇങ്ങനെയാണ് വേണ്ടത്, വൈഡ് ഷോട്ടിൽ ഇങ്ങനെയാണ് വേണ്ടത്. ഇതൊക്കെയാണ് കൊറിയോഗ്രാഫിയുടെ ഒരു പ്രണയമാണ്. അല്ലാതെ ജീവിതത്തിൽ അതല്ലല്ലോ, ജീവിതത്തിൽ വേറെ പോലല്ലേ. അതേപോലെ കൊറിയോഗ്രാഫറിന് മനസ്ഥിതി, പിന്നെ ഈ കഥയിലുള്ള ഒരു നീക്കം, കഥയിലുള്ള ഒരു വെറൈറ്റി, അതനുസരിച്ചിട്ടാണ് അവിടെ പ്രണയം കാണിക്കുന്നത് അല്ലെ. അല്ലാതെ നിങ്ങളിപ്പോ മനസ്സിൽ ഒരു വിഷയത്തിനെ കുറിച്ച് ഒരു പ്രണയം ഉണ്ടായി പോയാൽ അങ്ങനെയൊക്കെ കാണിക്കാൻ പറ്റുമോ? തുറന്ന് കാണിക്കാൻ പറ്റുമോ? ഓ ഇങ്ങനെ ഞാൻ ഇതിന് പ്രണയിക്കുന്നു, ഇതിന് പ്രണയിക്കുന്നു. അത് സ്നേഹം, സാർ പറഞ്ഞ പോലെ സ്നേഹം, ഇഷ്ടം, പാഷൻ, അതൊക്കെ വേറെയാണ്, അതൊക്കെ വേറെയാണ്. അപ്പോൾ സിനിമറ്റിക് പ്രണയമാണ് ഞങ്ങൾ സിനിമയിൽ കാണിക്കുന്നത്. പിന്നെ അന്നത്തെ കാലഘട്ടം, ഇന്നത്തെ കാലഘട്ടം, ദ സോഷ്യൽ റെവല്യൂഷൻ, ദ ടെക്നോളജിക്കൽ റെവല്യൂഷൻ, ഇതിലും പല മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത്. അന്നത്തെ കാലത്തിൽ ഉണ്ടായിരുന്ന മാനസികമായി മാത്രമായിട്ടുള്ള ഒരു ചെറിയ ഭാവങ്ങളെയാണ് അവിടെ പ്രകടിപ്പിക്കുന്നത്. ഇപ്പൊ അതല്ല, ഇപ്പൊ ടെക്നിക്കലി പ്രകടിക്കുന്നതാണ്, കൂടുതൽ ടെക്നിക്കലാണ്. പിന്നെ ഇപ്പൊ എല്ലാവരുടെ കയ്യിൽ ഗാഡ്ജറ്റ്സ്, പിന്നെ എന്താണ് വേണ്ടത് എല്ലാം ഉണ്ട്, കയ്യിലെല്ലാം ഉണ്ട്. അത് കണ്ടിട്ടാണ് ഇതുപോലത്തെ ഒരു ഇത് ചെയ്യണമല്ലോ, ഞാൻ ഇതുപോലത്തെ ഇത് കാണണല്ലോ, ഇതുപോലത്തെ ഒരു പ്രണയിക്കുന്ന രീതി എനിക്ക് അവതരിപ്പിക്കണം, ഞാൻ ഇത് കാണിച്ചു കൊടുക്കണം എന്നുള്ള ഒരു തോന്നലാണ് എല്ലാവർക്കും വന്നു പോകുന്നത്. അത് എളുപ്പമാണ്, ചെയ്യാൻ എളുപ്പമാണ്, ഇത് കണ്ടിട്ട് ചെയ്യാൻ എളുപ്പമാണ്. അല്ലാതെ അന്നത്തെ കാലത്ത് സ്വയം കാണിക്കുന്ന, പിന്നെ കൊറിയോഗ്രാഫർ പറഞ്ഞു കൊടുത്തിട്ടുള്ള ഇതിനെ മനസ്സിലാക്കിയിട്ട് കാണിക്കുന്ന, അത് മോസ്റ്റ് ചാലഞ്ചിങ് ആയിരുന്നു എന്നാണ് ഞാൻ പറയുന്നത്. ഇന്നത്തെ കാലത്തിനേക്കാൾ അന്ന് അത് ചാലഞ്ചിങ് ആയിരുന്നു. സ്ക്രീനിലും ജീവിതത്തിലും തീർച്ചയായും. ഇപ്പൊ അത് ഞാനൊന്നും പറയില്ല, നിങ്ങൾ ചെറുപ്പക്കാരല്ലേ, നിങ്ങൾക്കറിയാം. മധുരവി ജീവിതത്തില് ലൈഫിനെ പറ്റിയിട്ടുള്ള ടേക്ക് എന്താ, പ്രണയത്തെ പറ്റിയുള്ള ടേക്ക് എന്താ? അത് ലൈഫിന്റെ പ്രണയം, പ്രണയത്തിന്റെ ലൈഫ്. കേട്ടോ, സാർ പറഞ്ഞ പോലെ ഒരു കുടുംബ ബന്ധമാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം. ഇപ്പൊ കുടുംബ ബന്ധം എന്ന് പറയുമ്പം ഞാൻ പറയാൻ പോകുന്നത്, എന്റെ അച്ഛനും അമ്മയും വീട്ടിലുണ്ടായിരുന്നു, എന്റെ കൂടെ ഉണ്ടായിരുന്നു. ഞാനുണ്ട്, എൻ്റെ മകളുണ്ട്. ഈ തലമുറകളുടെ അവരുടെ ഒരു പെരുമാറ്റത്തിന്റെ ഒരു ഇതുണ്ടല്ലോ, വ്യത്യസ്തത ഉണ്ടല്ലോ. അത് ബാലൻസ് ചെയ്യുന്നത് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇപ്പൊ എനിക്ക് അച്ഛനും അമ്മയും വലിയ ബഹുമാനമാണ്, മോളെ ഭയങ്കര സ്നേഹമാണ്, ഭയങ്കര ഇതാണ്, അടുപ്പമാണ്, എല്ലാമാണ്. പക്ഷെ മോളുടെ വേറൊരു രീതിയാണ്, ചിന്തിക്കല് വേറെ രീതിയാണ്. അച്ഛനും അമ്മയും എങ്ങനെയാണെന്ന് ഞാൻ ചെറുപ്പം മുതൽ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ഒരു ബ്രിഡ്ജ് ആവുന്ന ഒരു കാര്യമുണ്ടല്ലോ, അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ആ ബാലൻസിങ്, ദാറ്റ് ബാലൻസിങ് ഈസ് വെരി ഡിഫിക്കൽട്ട്. ഇപ്പൊ ആ ബാലൻസിങ് ചെയ്യാൻ പറ്റാതെ ഒറ്റപ്പെട്ടു പോകുന്ന കുറെ ആൾക്കാരുണ്ട്. അച്ഛനുമില്ല, അമ്മനുമില്ല, അമ്മയും ഇല്ല, പിന്നെ മക്കളും അകന്നാണ് പോയിരിക്കുന്നത്. ആ മകൻ അകന്ന് പോയിരിക്കുന്നു എന്ന് വെച്ചാൽ സ്നേഹമില്ല, ഒരു ബഹുമാനമില്ല എന്നുള്ള അർത്ഥമല്ല. പക്ഷെ അവരുടെ സാഹചര്യം, അവർക്ക് അങ്ങനെ വന്നു പോയി. അപ്പോഴാണ് ഉദയിക്കുന്നത് മനസ്സിൽ, എനിക്കൊരു കൂട്ടുകാരൻ വേണം, എനിക്കൊരു കമ്പാനിയൻ വേണം. ഒറ്റപ്പെടൽ. പിന്നെ ആരുമില്ലാതെ വരുന്ന ഒറ്റപ്പെടൽ വേറെയാണ്, എല്ലാവരോടൊപ്പം ജീവിക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന ഒറ്റപ്പെടൽ വേറെയാണ്. ഈ രണ്ടിന്റെ ബാലൻസിംഗ് ആണ് ഈ പടത്തിലുള്ളത്.